നമസ്കാരം, ഞാൻ MNR കോട്ടായി. നമ്മുടെ കൃഷി ആവശ്യത്തിനുള്ള നമ്മുടെ ജൈവവളങ്ങൾ എങ്ങനെ നമ്മൾ കൃഷിയിലേക്ക് ഉപയോഗിക്കാം, അത് ഏത് രീതിയിൽ നേരത്തെ മുൻകൂട്ടി ചെയ്യാം, നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എൻ്റെ ഒരു കൃഷി രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ചാണകപ്പൊടിയാണ്. നമ്മൾ കൃഷി നാളെ തുടങ്ങാൻ ഇന്നല്ല ചാണകപ്പൊടി ഉണ്ടാക്കി വയ്ക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി അതിൻ്റെ ഒരു പാകത്തിന് ഉണക്കി വയ്ക്കുക. ഒരുപാട് ഉണങ്ങി പണ്ടാകരുത്. പാകം പോലെ ഉണക്കിയതേപോലെ ചാക്കിൽ കെട്ടി വയ്ക്കണമെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിന് കൃഷി ഇറക്കുമ്പോൾ അപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഇത് എല്ലാ സമയത്തും ചാണകപ്പൊടി ഉണങ്ങി കിട്ടില്ല. ഇത് വേനൽക്കാലത്ത് ഉണക്കി വയ്ക്കണം. സൗകര്യം ഇടുമ്പോൾ വെയിലിട്ട് ഉണക്കി വയ്ക്കണം. ഇതിൽ 30 കിലോ ഉണ്ട്. 30 കിലോ 40 കിലോ ഒരു ചാക്കിൽ. നമ്മൾ നേരത്തെ ഉണക്കി വെച്ചതുകൊണ്ട് നമ്മൾ രണ്ടാം വേള ഇറക്കാൻ പോകും. അനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണം അത്ര കാലം. ഇത് ഏകദേശം ഒരു 100 കിലോ. നമുക്കിത് സൗകര്യമില്ല, മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ചാണകപ്പൊടി ഇതിനൊരു പദമുണ്ട്. നമ്മൾ ഉണങ്ങി എപ്പോഴും വെണ്ടർ പോലെ ആകരുത്. ഒരു പുട്ട് നനവ് ഇതിനുണ്ട്. ചെറിയൊരു നനവ്, ഒരുപാട് പിടിക്കാൻ പാടില്ല. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പോസ്റ്റാണ്, വെർമി കമ്പോസ്റ്റ്. നമുക്കിത് അതുപോലെ അതൊരു 100 കിലോ അല്ലെങ്കിൽ ഇതൊരു 60 കിലോ. എത്ര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു 60 കിലോ കമ്പോസ്റ്റ്, 60-70 കിലോ ഉണ്ടാവും. വേണ്ട കമ്പോസ്റ്റ് പറഞ്ഞാൽ നമ്മളെ ചായപ്പൊടി പോലെ ഉണ്ടാവും. നല്ല രസം കാണുമ്പോൾ തന്നെ. ഇപ്പോൾ ഇത് 160 കിലോ ആയി. ഇനി നമ്മൾ ഇടുന്നത് ഈ ജൈവവളമാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതാണ്. ഇതൊരു 30 കിലോ. 30 അല്ല, അതിന് കൂടുതലുണ്ടോ. ജൈവവളം. അടുത്ത് നമ്മൾ വേപ്പ് മണ്ണാക്കാണ് ഇടുന്നത്. വേപ്പ് മണ്ണാക്ക് നമുക്കൊരു 20 കിലോ ഇടാം. വേപ്പ് പിണ്ണാക്കെന്ന് വെച്ചാൽ ഒറിജിനൽ വേപ്പ് പിണ്ണാക്കൊന്നും കിട്ടില്ല. നമ്മളിതൊരു സ്റ്റെയിൻസിൻ്റെ കമ്പനിയാണ്. ഒരു 20% വേപ്പ് പിണ്ണാക്ക് പ്രതീക്ഷിക്കാം.
നമ്മൾ ഒരു 20 കിലോ മണ്ണാക്ക് ഉണ്ടാവും. നമുക്ക് ഈ ഒരു ചാക്കിൽ ഇവിടെ അപ്പം ഏകദേശം ഒരു 60 കിലോ മതി. ഇനി നമ്മളത് ചേർത്തുള്ളത് ഒരു 5 കിലോ വേണം. അപ്പോൾ നമ്മളിത് സ്റ്റോക്ക് ഉള്ളത് നമ്മുടെ പച്ചക്കറി സ്പെഷ്യലാണ്. മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്. പച്ചക്കറിയുടെ ശരിക്കും മരത്തിൽ ഇതിൽ 10 ഗ്രാം അതിൽ കൂടുതൽ വേണം. ഒരു 30 ഗ്രാം വേണം ഒരു മരത്തിലേക്ക്. നമ്മളിത് പ്രധാന നേരത്തെ അതെല്ലാം സ്വരൂപിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ചെയ്യേണ്ടി വരും. ഒരു സാധനം 2 പാക്കറ്റ് ഉള്ളൂ, 2 കിലോനുള്ളൂ. ഇതൊക്കെ റെഡിയാക്കി വെച്ച് എന്താ ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ വിത്ത് നടാൻ പോകുമ്പോൾ അന്ന് രാവിലെ ഇതൊക്കെ ഒത്തിളക്കുക, വിത്ത് നടുക. അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ഒരാഴ്ച മുമ്പ് ചാണകപ്പൊടിയൊക്കെ അല്ല കുമ്മായി ഇട്ട് നിലമൊരുക്കി വയ്ക്കണം. അപ്പം ഞാനിത് കലരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു മറിക്കൽ മറിച്ചു. ശരിക്കും അളകണമെങ്കിൽ ഒന്ന് കലർന്ന് എല്ലാം റെഡി ആകണമെങ്കിൽ ഒരു മറിക്കലും കൂടി മറിക്കുക. ഓക്കെ അല്ലേ? ഇതായി നമ്മൾ കലർന്നു. ഇനി നമ്മൾ കൃഷി സ്ഥലത്തേക്ക്, നമ്മൾ മണ്ണ് ഒരുക്കിയ സ്ഥലത്തേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോകാൻ നിൽക്കണം. നമ്മൾ അങ്ങനെയൊക്കെ കലർന്ന് കൂട്ടുവളമൊക്കെ ഇട്ട് നല്ലോണം കൂട്ടുവളങ്ങളൊക്കെ മണ്ണിൽ ചേർത്തി കൃഷി ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജൂണിൽ നട്ട വെണ്ടയ്ക്കാണ്. ഓഗസ്റ്റിൽ വിളവെടുപ്പ് തുടങ്ങി. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറായി. ഇപ്പോഴും നാടൻ വെണ്ടയ്ക്കാണ്. ഇപ്പോഴും നമ്മൾ വെണ്ടയ്ക്ക അറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചെടിക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഏകദേശം എന്തായാലും 1 മാസം കൂടി കിട്ടും എന്ന് പ്രതീക്ഷിക്കുക. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. വെറുതെ കൊണ്ട് മണ്ണിൽ കൊണ്ടുള്ള രാസവളമൊക്കെ ചേർത്ത് മണ്ണിനെ അങ്ങോട്ട് നശിപ്പിക്കും. അതേമാതിരി കൃഷി ഇറക്കും. 2 വിളവെടുത്ത് കഴിയും, കൃഷി കഴിയുകയും ചെയ്യും. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ വെണ്ടച്ചെടി ഇതാണ്. നമ്മൾ ജൂൺ 1 നട്ടതാണ്. ഇത് നാടൻ വെണ്ടയാണ്.
ഈ കാണുന്നതൊക്കെ ഹൈബ്രിഡാണ്. ഇപ്പം നമ്മൾ കലർന്ന് നട്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾക്കത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇത് അടിയിൽ നിന്ന് ആവ് പൊട്ടും. ഈ രീതിയിൽ നമുക്ക് കുറേയും കൂടി വിളവെടുക്കാം. അപ്പം നമ്മൾ കലർന്ന കൂട്ടുവളങ്ങൾ നമ്മൾ ഇടാൻ പോവുകയാണ്. ഞാൻ ഓൾറെഡി നേരത്തെ ചുണ്ണാമ്പ് ഇട്ട് കൊത്തി വെച്ച് ഒരു 10-12 ദിവസം ആയിട്ടുണ്ട്. ഒരു 3-4 കിലോ. ഇത് വെയിറ്റ് ഉണ്ട്. ഇത് കാരണം കമ്പോസ്റ്റ് നല്ല വെയിറ്റാണ്. ഒരുപാട് ചാണകപ്പൊടി അതുമാതിരി കണ്ടമാനം ഉണങ്ങിയതല്ല. പക്ഷെ ഇങ്ങനൊരു കാര്യമുണ്ട്. ഇതിൽ നമ്മൾ ഇതിപ്പോൾ 2-3 വളവെടുത്ത് തടവണ. ഇതിൽ സൂക്ഷിച്ചിട്ട് വേണം കൊത്താൻ. ഇല്ലെങ്കിൽ അതൊക്കെ പുറത്ത് പോകും. കൈക്കോട്ട് കൊണ്ട് കൊത്തി ഇളക്കുമ്പോൾ വളരെ നല്ല പറ്റുള്ളൂ. അതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ കൂട്ടുവളം നേരത്തെ എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേമാതിരി ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അപ്പം ഞാനിതിൻ്റെ ഒരു രീതി, ഒരു ഏകദേശം 100 കിലോ ചാണകപ്പൊടി, ഒരു 60 കിലോ കമ്പോസ്റ്റ്, 20 കിലോ വേപ്പിൻ പിണ്ണാക്ക്, ഒരു 2 കിലോ മൈക്രോ ന്യൂട്രൻസ്. ഇങ്ങനെ ഇതാണ് കലർന്ന വളമാണിപ്പോൾ. ഇത് നമ്മളൊരു മുരട്ടിൽ ഏകദേശം ഒരു 4 കിലോ, ഒരു 3 കിലോ 4 കിലോ ഉണ്ട് ഇടുക. കാരണം നമുക്ക് എത്ര ഇത് ഇപ്പോൾ ഇത് ആദ്യം ഓൾറെഡി ഷീറ്റ് ഇട്ടത് കൊണ്ട് നമുക്ക് അത്രയും ഇടാൻ പറ്റില്ല, അത്രയും കൊളുത്താൻ പറ്റുള്ളൂ. അതല്ലാന്ന് വെച്ചാൽ നമുക്കിത് ഒരു ബെഡിൽ ഏകദേശം ഇത് 20 മീറ്ററിൻ്റെ ബെഡാണ്. ഈ 20 മീറ്ററിൽ നമ്മളിതെല്ലാം കൂടി കലർന്നിട്ട് ചാണകപ്പൊടിയും ഇതെല്ലാം കൂടി കലർന്ന് 20 മീറ്ററിൽ വന്നിട്ട് നമ്മൾ ഏകദേശം 100 കിലോ വരെ ഇടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 3 വിളവ് 4 വിളവൊക്കെ എടുക്കുന്ന ഒരു ബെഡാണിത്. ഏകദേശം ഇതെല്ലാം കൂടി കലർന്നാൽ നമുക്ക് 100 കിലോ, ഒരു 100 കിലോ ഒരു ബെഡിൽ 25 മീറ്ററിൻ്റെ ഒരു ബെഡിൽ ഇടണം ശരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പം എൻ്റെ ഒരു കൃഷി രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. എങ്ങനെ പിന്നെ കൂട്ടുവളങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാമെന്ന്. ഇതിൽ നമ്മൾ ചെടി വയ്ക്കുക, അല്ലെങ്കിൽ വിത്ത് നടുക. വിത്ത് നട്ട് നമ്മൾ കായ് ആയതിന് ശേഷം, കായ് പറിക്കാൻ തുടങ്ങിയാൽ മാത്രം നമുക്കിതിൽ ചാണകവും ഗോമൂത്രവും കൂടി കലർന്നൊഴിക്കാം. അതൊരു 4 ദിവസം കൂടുമ്പൊഴിക്കാം. പിന്നെ ഒരിടവിട്ടിട്ട് നമ്മൾ കടലപ്പിണ്ണാക്കും ഗോമൂത്രവും ചാണകവും കൂടി കലർന്നൊഴിക്കുക. അപ്പോൾ വിളവ് നീണ്ടു കിട്ടും. മണ്ണിന് നല്ല കാറ്റോട്ടം കിട്ടും, നല്ല വായു സഞ്ചാരം ഉണ്ടാകും. അതുപോലെ തന്നെ WDC പറഞ്ഞൊരു സംഭവമുണ്ട്, അതൊഴിച്ച് കൊടുക്കുക. അത് വേസ്റ്റ് ഡീകമ്പോസ്റ്റ് അതൊഴിച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു 4 ദിവസം കൂടുമ്പോൾ ദശഭരണി എന്ന് പറഞ്ഞൊരു ജൈവ കീടനാശിനിയുണ്ട്, അത് അടിച്ചു കൊടുക്കുക. അപ്പോൾ രോഗങ്ങളും കീടങ്ങളൊന്നും വരില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ഒരു വിളവ് ഇറക്കും മുമ്പുള്ള ഒരു കൃഷി രീതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.